ഹായ് ഗായ്സ്, ഞാൻ ഗോവിന്ദ്. വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് ടോക്കീസ്. 2021 സെപ്റ്റംബർ 3 റിലീസാകുവാൻ പോകുന്ന മാർവലിൻ്റെ അപ്കമിംഗ് മൂവിയാണ് ഷാങ്-ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ടെൻ റിംഗ്സ്. ചൈനീസ് സൂപ്പർ ഹീറോ ആയ ഷാങ്-ചിയെ ബേസ് ചെയ്തു വരുന്ന മാർവലിൻ്റെ ആദ്യത്തെ ഏഷ്യൻ സൂപ്പർ ഹീറോ ഫിലിമാണിതും. കുങ്ഫുവും മാർഷൽ ആർട്സുമെല്ലാം ഈ ഫിലിമിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടും ചൈനീസ് കൾച്ചറിനെ കാണിക്കുന്ന ഈ മൂവി മാർവലിലെ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യാസപ്പെടുന്നതുകൊണ്ടും MCUവിലെ ഫസ്റ്റ് മൂവിയായ അയൺമാൻ മുതൽ ടെൻ റിംഗ്സിനെ ടീസ് ചെയ്തു കൊണ്ട് തന്നെ എല്ലാ സൂപ്പർ ഹീറോ ഫാൻസും ഷാങ്-ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് ടെൻ റിംഗ്സിന് ധാരാളം എക്സ്പെക്ടേഷൻസ് വെക്കുന്നുമുണ്ട്. മാസ്റ്റർ ഓഫ് കുങ്ഫു എന്നറിയപ്പെടുന്ന ഷാങ്-ചിക്ക് കോമിക്സിൽ ടെമ്പററി ആയി കുറച്ച് സൂപ്പർ പവേഴ്സ് ലഭിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് തനിക്ക് റിസീവ് ആയ സ്പൈഡർമാൻ്റെ സ്പൈഡർ പവേഴ്സ്. വളരെ നല്ല മിസ്റ്റീരിയസ് സ്റ്റോറി പ്ലോട്ട്സുകൾ കാഴ്ചവെച്ചുകൊണ്ടാണ് കോമിക്സിൽ ഷാങ്-ചിക്ക് മാർവൽ സ്പൈഡർമാൻ്റെ പവേഴ്സ് കൊടുക്കുന്നത്. ബട്ട് സ്പൈഡർമാൻ എന്ന ഏലിയസ് ഒന്നും ഷാങ്-ചിക്ക് നൽകുന്നില്ല. കാരണം ഷാങ്-ചിക്ക് സ്പൈഡറിന്റെ സൂപ്പർ പവേഴ്സ് പെർമനന്റ് ആയല്ല കിട്ടുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ മാർവൽ കോമിക്സിൽ എങ്ങനെയാണ് ഷാങ്-ചി ടെമ്പററിലി സ്പൈഡർമാനായി മാറിയേ എന്നതാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഷാങ്-ചിക്ക് സ്പൈഡർമാന്റെ അതേ സൂപ്പർ പവേഴ്സ് ലഭിക്കുന്നത് മാർവലിന്റെ 2011 സ്പൈഡർമാന്റെ ബെസ്റ്റ് ക്രോസ് ഓവർ ഇവന്റ് എന്നറിയപ്പെടുന്ന കോമിക് സീരീസ് ആയ സ്പൈഡർ ഐലൻഡിലൂടെയാണ്. സ്പൈഡർ ഐലൻഡ് എന്ന ഈ കോമിക് ഇവന്റിന് കാരണമായത് ദി അമേസിംഗ് സ്പൈഡർമാൻ ഇഷ്യൂ 666 പോലുള്ള കുറെ ഇഷ്യൂസ് അടങ്ങുന്ന കോമിക് ബുക്സ് ആണ്. ആ കോമിക്സ് വായിക്കുന്ന ആരാധകർക്ക് ഷാങ്-ചിയും സ്പൈഡർമാനുമായുള്ള റിലേഷൻഷിപ്പ് വളരെ നന്നായി മനസ്സിലാക്കാം. കാരണം അതിൽ സ്പൈഡർമാന്റെ ഒരു മെന്ററും സ്പൈഡർമാന് മാർഷൽ ആർട്സും കുംഫുവും ട്രെയിൻ ചെയ്യിക്കുന്ന മാസ്റ്ററും കൂടിയായാണ് ഷാങ്-ചി അപ്പിയർ ചെയ്തിരുന്നത്. ആ കോമിക് പ്ലോട്ട്സിലൂടെ കൺക്ലൂഷനായി ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളിൽ ഒന്നാണ് പീറ്റർ പാർക്കറിന് ഷാങ്-ചി പഠിപ്പിച്ചു കൊടുക്കുന്ന മാർഷൽ ആർട്സ്. ബിക്കോസ് ഷാങ്-ചി തന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് താൻ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്ത മാർഷൽ ആർട്സ് ആയിരുന്നു ഷാങ്-ചി തന്റെ സ്റ്റുഡന്റ് ആയ സ്പൈഡർമാന് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. സ്പൈഡർമാൻ ലേൺ ചെയ്ത ആ മാർഷൽ ആർട്സിനെ ഷാങ്-ചി ദി വേ ഓഫ് ദി സ്പൈഡർ എന്ന പേരിലായിരുന്നു ഡിസ്ക്രൈബ് ചെയ്തതും. ഈ ഒരു മാർഷൽ ആർട്സ് ടെക്നിക്കിന്റെ ഗുണം എന്തെന്നാൽ എപ്പോഴാണോ സ്പൈഡർമാന് തന്റെ സ്പൈഡർ സെൻസ് തന്റെ ബോഡിയിൽ നിന്ന് പോകുന്നത്, ആ സമയം തന്നെ ഷാങ്-ചിയുടെ ദി വേ ഓഫ് ദി സ്പൈഡർ എന്ന മാർഷൽ ആർട്സ് പീറ്റർ പാർക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ തനിക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്പൈഡർ സെൻസും എബിലിറ്റീസും ഇതുവഴി തിരിച്ചു വീണ്ടെടുക്കാൻ സാധിക്കും. സോ അത്രമാത്രം ശക്തമായ മാർഷൽ ആർട്സുകളായിരുന്നു ഷാങ്-ചി സ്പൈഡർമാന് പറഞ്ഞും പഠിപ്പിച്ചും ട്രെയിൻ ചെയ്യിപ്പിച്ചതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഷാങ്-ചിയുടെ എല്ലാ മാർഷൽ ആർട്സും കുംഫുവും പഠിച്ച സ്പൈഡർമാൻ ഇതുപയോഗിച്ച് നിരവധി സൂപ്പർ വില്ലൻസിനെ ഡിഫീറ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഈ അമേസിംഗ് സ്പൈഡർമാന്റെ കോമിക് സീരീസിനു ശേഷം ഇതിന്റെ തുടർച്ചയായി സ്പൈഡർ വേൾസിനെ കാഴ്ചവെക്കുന്ന പോലെ നിരവധി സ്പൈഡേഴ്സിനെ കാണിച്ചുകൊണ്ട് 2011 സ്പൈഡർ ഐലൻഡ് എന്ന കോമിക് സീരീസ് ആരംഭിക്കുകയും ചെയ്തു. ഈ കോമിക് സീരീസിന്റെ സ്റ്റോറി ആർക്ക് എന്തെന്നാൽ ജാക്കൽ എന്ന സൂപ്പർ വില്ലനായി മാറിയ മൈൽസ് വോറണിന്റെ കോമിക് പേജസിലേക്കുള്ള റിട്ടേൺസും ലോകമൊത്തം തന്റെ കൺട്രോളിലാക്കണമെന്ന തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ജാക്കൽ ബയോ വാൾസിലൂടെ ലോകത്തെ കോൺകർ ചെയ്ത് വേൾഡിനെ കൺട്രോൾ ചെയ്യാമെന്ന എയിമോടുകൂടി ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ഐലൻഡായ മാൻഹട്ടനിലുള്ള തന്റെ വളരെ വലിയ സീക്രട്ട് ലബോറട്ടറിയിൽ പല എക്സ്പെരിമെന്റ്സും ഇതിനുവേണ്ടി നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ജാക്കൽ തന്റെ ലബോറട്ടറിയിലേക്ക് തനിക്ക് കോവർക്കേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് സ്വയം സ്പൈഡർ പവേഴ്സ് ഉള്ള ഹ്യൂമൻ ക്രിമിനൽസിനെ റിക്രൂട്ട് ചെയ്തിരുന്നു. എന്നിട്ട് ഇവരുടെ ബോഡിയിൽ നിന്ന് സ്പൈഡർ ജീൻ എടുത്ത് ജാക്കൽ നോർമൽ ഹ്യൂമൻസിന്റെ ബോഡിയിലേക്ക് ആ സ്പൈഡർ ജീൻ ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്തു. ഇതുവഴി ആ നോർമൽ ഹ്യൂമൻസിന് മ്യൂട്ടേഷൻ സംഭവിച്ച് സ്പൈഡർമാന് കിട്ടിയ അതേ സൂപ്പർ പവേഴ്സ് കിട്ടുകയും ചെയ്തു. അങ്ങനെ തന്റെ സ്പൈഡർ മ്യൂട്ടേഷൻ എന്ന പ്രൊജക്റ്റിൽ വിജയിച്ച ജാക്കൽ മാൻഹട്ടൻ എന്ന ഐലൻഡിൽ സ്പൈഡർ ജീൻ പരത്തി അവിടുത്തെ എല്ലാ നോർമൽ ഹ്യൂമൻസിനെയും മ്യൂട്ടേഷൻ വഴി പവർഫുൾ ആയി മാറുന്ന ഹ്യൂമൻസിനെ തന്റെ അടിമയാക്കി കൺട്രോളിൽ വരുത്താമെന്ന് ജാക്കൽ മനസ്സിലാക്കുകയും ഉണ്ടായി. ഇതിനുവേണ്ടി ജാക്കൽ റിയൽ റേഡിയോ ആക്റ്റീവ് സ്പൈഡേഴ്സിന്റെ സ്പൈഡർ ജീൻസും എടുത്ത് ഒരു സ്പൈഡർ വൈറസ് തന്നെ ജാക്കൽ സ്വയം ഉണ്ടാക്കുകയും ചെയ്തു. ആക്ച്വലി ജാക്കൽ സ്പൈഡർ വൈറസ് നിർമ്മിച്ചത് റേഡിയോ ആക്റ്റീവ് സ്പൈഡേഴ്സിന്റെ മാത്രമല്ലായിരുന്നു, മറിച്ച് പീറ്റർ പാർക്കറിന്റെ കൂടിയായിരുന്നു. അത് എങ്ങനെയെന്നാൽ വർഷങ്ങൾക്ക് മുൻപ് സ്പൈഡർ ക്യൂൻ എന്നറിയപ്പെടുന്ന അദ്രി ആന സൊറിയ എന്ന ലേഡി മ്യൂട്ടന്റ്
പീറ്റർ പാർക്കറുമായി ഡേറ്റിംഗ് നടത്തുകയും തന്റെ സലൈവയിൽ മ്യൂട്ടേജീനിക് എൻസൈമുള്ള സ്പൈഡർ ക്യൂൻ പീറ്റർ പാർക്കറിനെ കിസ് ചെയ്യുന്നതോടെ പതിയെ സ്പൈഡർമാൻ ജയന്റ് സ്പൈഡർ ആയി മാറാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനുശേഷം പീറ്റർ പാർക്കർ ജയന്റ് സ്പൈഡറിൽ നിന്നും തന്റെ ഒറിജിനൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ആവുന്നതിന് മുൻപ് പീറ്റർ പാർക്കറിന്റെ ആ മോൾട്ടഡ് സ്പൈഡർ ബോഡിയുടെ ടിഷ്യൂ സാമ്പിൾ സ്പൈഡർ ക്യൂൻ എടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു ടിഷ്യൂ സാമ്പിൾ സ്പൈഡർ ക്യൂൻ ജാക്കലിന് കൈമാറുകയും ഇത് പ്രകാരം ജാക്കൽ മോൾട്ടഡ് സ്പൈഡർ ബോഡിയുടെ ടിഷ്യൂ സാമ്പിൾ ഉപയോഗിച്ച് സ്പൈഡർ വൈറസ് നിർമ്മിക്കുകയും ചെയ്തു. അതിനാൽ ഇതിലൂടെയെല്ലാം ജാക്കൽ സ്പൈഡർ വൈറസ് ഉണ്ടാക്കുവാൻ സ്പൈഡർമാനെയും ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഇതിനുശേഷം ജാക്കൽ തന്റെയിലുള്ള സ്പൈഡർ വൈറസ് മാൻഹട്ടൻ എന്ന ഐലൻഡിൽ സ്പ്രെഡ് ചെയ്യുകയും ഉണ്ടായി. ഇതിലൂടെ മാൻഹട്ടൻ എന്ന ഐലൻഡിലെ എല്ലാ ക്രിയേച്ചേഴ്സിനും സ്പൈഡറിന്റെ മ്യൂട്ടേഷൻ സംഭവിക്കുകയും അങ്ങനെ ആ ഐലൻഡിലെ എല്ലാവർക്കും സ്പൈഡറിന്റെ സൂപ്പർ പവേഴ്സ് ലഭിക്കുകയും ചെയ്തു. ഇതിനുശേഷം സ്പൈഡർ മ്യൂട്ടേഷൻ ലഭിച്ച എല്ലാ ഹ്യൂമൻസും ഹോമോ അറാക്നസ് എന്ന വില്ലൻ ഗ്രൂപ്പ് ഉണ്ടാക്കി സ്വയം അതിലെ അംഗങ്ങൾ ആവുകയും ചെയ്തു. എന്നാലും സ്പൈഡർ വൈറസ് മൂലം മ്യൂട്ടേഷൻ ലഭിച്ച ഇവരെല്ലാം ജാക്കലിന്റെ അടിമകൾ തന്നെയായിരുന്നു. ഈ ഒരു സമയം ജാക്കലിന്റെ പാർട്ട്ണർ ആയിക്കൊണ്ട് സ്പൈഡർ ക്യൂൻ പ്രത്യക്ഷപ്പെട്ട് ജാക്കലിനെ തന്റെ ബയോവാറിൽ സ്പൈഡർ ക്യൂൻ സ്പൈഡർ വൈറസ് പരത്തി വളരെ അധികം ജാക്കലിനെ ഹെൽപ്പ് ചെയ്തിരുന്നു. അവസാനം ജാക്കലും സ്പൈഡർ ക്യൂനും മൂലം സ്പൈഡർ ക്രിയേച്ചേഴ്സ് നിറഞ്ഞ് മാൻഹട്ടൻ ഐലൻഡ് സ്പൈഡർ ഐലൻഡ് ആയി മാറുന്നതോടെ ലോകമൊത്തം ഈ വാർത്തകൾ അറിയുകയും അങ്ങനെ സ്പൈഡർ വൈറസ് പരത്തുന്ന ജാക്കലിനെയും സ്പൈഡർ ക്യൂനിനെയും തടയുവാൻ മാഡം വെബും സ്പൈഡർമാനും മറ്റു സ്പൈഡേർഡ് പവേഴ്സ് ഉള്ള മറ്റു പവർഫുൾ സൂപ്പർ ഹീറോസും മാൻഹട്ടൻ എന്ന ഐലൻഡിലേക്ക് വരികയും പക്ഷേ ഇതറിഞ്ഞ ജാക്കലും സ്പൈഡർ ക്യൂനും തന്റെ പവേഴ്സ് യൂസ് ചെയ്ത് സ്പൈഡർമാനെയും മറ്റു പവർഫുൾ ഹീറോസിനെയും ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ പീറ്റർ പാർക്കറിന് തന്റെ സ്പൈഡർ സെൻസ് എബിലിറ്റീസ് നഷ്ടപ്പെടുന്നുമുണ്ട്. ഇതെല്ലാം കാണുന്ന മാഡം വെബ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഷാങ്ചിയുടെ അടുക്കൽ ചെന്ന് സ്പൈഡർ ഐലൻഡിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഷാങ്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ എല്ലാവരെയും രക്ഷിക്കുവാൻ ഷാങ്ചി സ്പൈഡർ ഐലൻഡിലേക്ക് വരികയും അവിടെ വെച്ച് ബ്രൈഡ് ഓഫ് 9 സ്പൈഡേഴ്സ് എന്നറിയപ്പെടുന്ന നേപ്പാളിലെ 9 സ്പൈഡർ കിങ്സിന്റെ വൈഫായ ലേഡി സ്പൈഡർ അയൺ ഫിസ്റ്റിനെ കൊല്ലാൻ നോക്കുന്നത് ഷാങ്ചി തന്റെ കൺമുന്നിൽ വെച്ച് കാണുകയും ആ നിമിഷം തന്നെ ഷാങ്ചി തന്റെ സൂപ്പർ സ്ട്രെങ്ത്തും പവേഴ്സും യൂസ് ചെയ്ത് ആ ബ്രൈഡ് ഓഫ് 9 സ്പൈഡേഴ്സിനെയും ഡിഫീറ്റ് ചെയ്യുന്നുമുണ്ട്. ആ സമയം ബ്രൈഡ് ഓഫ് 9 സ്പൈഡേഴ്സിന്റെ കയ്യിൽ ഇമോർട്ടലായ വെപ്പൺസ് ഉണ്ടായിരുന്നു എന്ന് ഷാങ്ചി സ്വയം റെക്കഗ്നൈസ് ചെയ്യുകയും ഈ വെപ്പൺ സ്പൈഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഡിമൺ ആയ അയോപീക്ക് ആണെന്ന് ഷാങ്ചി അറിയുകയും അങ്ങനെ ഷാങ്ചി ആ ഡിമണിനെ ഡിഫീറ്റ് ചെയ്ത് ആൾഡേയിലുണ്ടായ എല്ലാ ഇമോർട്ടൽ വെപ്പൺസിനെയും ഫ്രീ ആക്കുന്നുമുണ്ട്. ലേറ്റർ ഷാങ്ചി ജാക്കലിന്റെ ലാബിന്റെ അടുക്കൽ എത്തുകയും ബട്ട് ഈ ടൈമിൽ ജാക്കൽ സ്പൈഡേഴ്സിന്റെ കിങ്ങിനെ ഉണ്ടാക്കുവാൻ വേണ്ടി സ്പൈഡർ വൈറസ് ഉപയോഗിച്ച് ഹൈ മ്യൂട്ടേഷന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയായിരുന്നു. ഇതിനുവേണ്ടി ടൈനിയായ സ്പൈഡേഴ്സിന്റെ എംബ്രിയോസും മറ്റു പല ഹൈ ടെക്നോളജീസും കെമിക്കൽ റിയാക്ഷൻസും ജാക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ഷാങ്ചി ജാക്കലിന്റെ അടുക്കൽ എത്താറായെന്ന് ജാക്കൽ സ്വയം അറിയുകയും അപ്പോൾ തന്നെ ജാക്കലും തന്റെ ക്ലോൺസും ചേർന്ന് തന്നിലുണ്ടായ സ്പൈഡർ വൈറസ് ഷാങ്ചിയുടെ അടുക്കൽ കടത്തിവിടുകയും ചെയ്തു. ഇതിലൂടെ ഷാങ്ചി എയറിലൂടെ സ്പ്രെഡ് ആയി നടക്കുന്ന വൈറസിനെ റെസ്പയർ ചെയ്ത മൂലം തന്റെ ബോഡിയിലെ ഇന്റേണൽ പാർട്സിലേക്ക് സ്പൈഡർ വൈറസ് കയറുകയും ഇതുവഴി നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ഷാങ്ചിയുടെ ബോഡിയിൽ DNA ചേഞ്ചസ് വന്ന് സ്പൈഡർ മ്യൂട്ടേഷൻ ആക്റ്റീവ് ആവാൻ തുടങ്ങുകയും അവസാനം മ്യൂട്ടേഷൻ പൂർത്തിയാകുന്നതോടെ സ്പൈഡർ ജീൻസ് നിറഞ്ഞ ഷാങ്ചിയുടെ ബോഡി ജയന്റ് സ്പൈഡർ ആയി മാറുകയും ചെയ്തു. ബൈ ദിസ് ഷാങ്ചിക്ക് സ്പൈഡർമാൻ എന്ന സൂപ്പർ ഹീറോയുടെ സൂപ്പർ പവേഴ്സ് ആയ പ്രിക്കോഗ്നീറ്റീവ് സ്പൈഡർ സെൻസ് എബിലിറ്റിയും സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്തും സ്പൈഡറിനെ പോലെ സോളിഡ് സർഫേസ്മേ ക്ലിങ് ചെയ്യാനും പോലുള്ള സ്പൈഡർമാന്റെ മറ്റു നിരവധി പവേഴ്സും എബിലിറ്റീസും ഷാങ്ചിക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഷാങ്ചി ജയന്റ് സ്പൈഡർ ആയി ട്രാൻസ്ഫോം ആയ വിവരം അറിഞ്ഞ അയൺ ഫിസ്റ്റ് ഷാങ്ചിയുടെ മേലിലുള്ള സ്പൈഡർ വൈറസിനെ കളഞ്ഞ് ഷാങ്ചിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന ഇമ്പോർട്ടൻസോട് കൂടിയും ഈവിൾ ഷാങ്ചി എന്ന സ്പൈഡർമാനായി ഷാങ്ചി ജാക്കലിന്റെ അടിമയാവാതിരിക്കുവാനും അയൺ ഫിസ്റ്റ് തന്റെ ചീഫോൾസ് എന്ന പവർ യൂസ് ചെയ്ത് സ്പൈഡർ വൈറസിൽ നിന്നും ഷാങ്ചിയെ ക്യൂർ ചെയ്ത് സ്പൈഡർ മ്യൂട്ടേഷനിൽ നിന്ന് മുക്തമായ ഷാങ്ചി തന്റെ ഒറിജിനൽ സൂപ്പർ ഹീറോ ഫോമിൽ സ്റ്റെബിലൈസ് ആവുകയും അങ്ങനെ ഇതിലൂടെ
നമ്മുടെ ഷാങ്ചിക്ക് ലഭിച്ച സ്പൈഡറിന്റെ എല്ലാ സൂപ്പർ പവേഴ്സും എബിലിറ്റീസും ഒരു മിന്നാരം പോലെ തന്റെ ബോഡിയിൽ നിന്ന് പോകുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെയാണ് കോമിക്സിൽ ടെമ്പററി ആയി ഷാങ്ചി സ്പൈഡർമാനായി മാറുന്നതും തന്റെയിലുള്ള സ്പൈഡർ പവേഴ്സ് നിമിഷങ്ങൾക്കുള്ളിൽ തന്റേന്ന് വിട്ടുപോകുന്നതും. എങ്ങനെ വന്നാലും നമ്മുടെ ഷാങ്ചി മാസ്റ്റർ ഓഫ് കുങ്ഫു ആയ ഷാങ്ചി തന്നെയാണ്. തനിക്ക് മാത്രമായ തന്റേതായ സിഗ്നേച്ചറും ഐഡന്റിറ്റിയുമായ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഉണ്ട് ഷാങ്ചിക്ക്. അതിനാൽ സ്പൈഡർമാനെ പോലെ ആകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും സ്പൈഡർ ഐലൻഡിന് എന്ത് സംഭവിച്ചു എന്ന്. അതിനുള്ള ഉത്തരം എന്തെന്നാൽ, നമ്മൾ നിർത്തിയത് അയൺ ഫിസ്റ്റ് സ്പൈഡർ വൈറസിൽ നിന്നും ഷാങ്ചിയെ ക്യൂർ ചെയ്യുന്നതോടെയാണ്. ഈ സമയം സ്പൈഡർമാന്റെ പേഴ്സണലായ ഹൊറിസോൺ ലാബിൽ ഫാന്റാസ്റ്റിക് ഫോറിലെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് വരികയും തന്റെ ഇന്റലിജൻസ് മൂലം ആന്റിവനം കാരണത്താൽ സ്പൈഡർ വൈറസിനെയും സ്പൈഡർ വൈറസ് ബാധിച്ച് മ്യൂട്ടേഷൻ ലഭിച്ച് സ്പൈഡേഴ്സായി മാറിയ ക്രിയേച്ചേഴ്സിനെയും ക്യൂർ ചെയ്യാമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഈ ഒരു ആന്റി മെഡിസിൻ ഉണ്ടാക്കുവാൻ മിസ്റ്റർ ഫാന്റാസ്റ്റിക് തന്റെ റിസർച്ചുകൾ ഹൊറിസോൺ ലാബിൽ തന്നെ തുടരുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് ആന്റിവനത്തിന്റെ സിംബയോട്ടിക് ആന്റിബോഡീസ് ഉപയോഗിച്ച് സ്പൈഡർ വൈറസിനെ കിൽ ചെയ്യാനും സ്പൈഡർ മ്യൂട്ടേഷൻ ലഭിച്ചവരുടെ മ്യൂട്ടേഷൻ റിവേഴ്സ് ചെയ്യാനും ഒരു ആന്റി സെറം തന്നെ റീഡ് റിച്ചാർഡ്സ് ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സെറം സൂപ്പർ ഹീറോ സ്പൈഡർ മ്യൂട്ടേഷൻ ലഭിച്ചവരുടെയും സ്പൈഡർ വൈറസ് സെർവ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇഞ്ചക്റ്റും സ്പ്രേയും ചെയ്ത് സ്പൈഡർ ഐലൻഡിലെ എല്ലാ സ്പൈഡർ മ്യൂട്ടേറ്റ്സിന്റെയും ജീൻസ് റിവേഴ്സ് ആയി എല്ലാവരും പണ്ടത്തെ പോലെ സ്റ്റെബിലൈസ് ആവുകയും സ്പൈഡർ വൈറസ് മുഴുവനായി സ്പൈഡർ ഐലൻഡിൽ നിന്നും ഡിസ്ട്രോയ് ആവുകയും ചെയ്തു. അങ്ങനെ സ്പൈഡർ ഐലൻഡ് പണ്ടത്തെ പോലെ തന്നെ മാൻഹട്ടൻ ഐലൻഡായി മാറി. പിന്നീട് ഇതോടൊപ്പം സ്പൈഡർ സെൻസ് നഷ്ടപ്പെട്ട പീറ്റർ പാർക്കർ ഷാങ്ചിയുടെ ദി വേ ഓഫ് ദി സ്പൈഡർമാൻ എന്ന മാർഷൽ ആർട്സ് സ്വയം യൂസ് ചെയ്ത് തനിക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്പൈഡർ സെൻസും എബിലിറ്റീസും പീറ്റർ പാർക്കർ തിരിച്ചു വീണ്ടെടുക്കുകയും ചെയ്തു. അതിനുശേഷം പീറ്റർ പാർക്കറും ഷാങ്ചിയും അയൺ ഫിസ്റ്റും മാഡം വെബും മറ്റു ഹീറോസും കൂടി ചേർന്ന് ജാക്കലിനെയും സ്പൈഡർ ക്യൂനിനെയും ഡിഫീറ്റ് ചെയ്ത് അവരെ പ്രിസണിൽ അടയ്ക്കുന്നുമുണ്ട്. ഓവറോൾ ഇങ്ങനെ സ്പൈഡർ ഐലൻഡ് എന്ന കോമിക് സീരീസ് തീരുകയും ചെയ്തു. സത്യത്തിൽ വളരെ ചുരുക്കിയാണ് ഞാൻ സ്പൈഡർ ഐലൻഡിലെ ഈ കഥ നിങ്ങളോട് ഷെയർ ചെയ്തത്. എന്തായാലും സ്പൈഡർ ഐലൻഡിലൂടെ കുറെ സ്പൈഡർ പവേർഡ് ആയ സൂപ്പർ ഹീറോസിന്റെയും സൂപ്പർ വില്ലൻസിന്റെയും ഒറിജിനും ഫസ്റ്റ് അപ്പിയറൻസും മാർവൽ കൊണ്ടുവന്നിരുന്നു. മാത്രമല്ല, അതിൽ സ്പൈഡർ വൈറസ് ബാധിച്ച് ഹ്യൂമൻസ് സ്പൈഡർ മ്യൂട്ടേഷന് അടിമയായി സ്പൈഡർ വൈറസിന്റെ കേസസ് ഇൻക്രീസ് ആകുന്നതോടെ ന്യൂയോർക്കിലെ മറ്റു സ്ഥലങ്ങളിൽ സ്പൈഡർ വൈറസ് പടർന്നു പിടിക്കാതിരിക്കാൻ അവിടത്തെ ഗവൺമെന്റ്സ് മുഴുവനായി 62 സിറ്റീസ് അടങ്ങുന്ന ന്യൂയോർക്ക് സിറ്റിയിലെ 5 ബറോസിലും ലോക്ക്ഡൌൺസും ക്വാറന്റൈൻസും കൊണ്ടുവന്നിരുന്നു. അതായത് നമ്മളുടെ വേൾഡിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കൊറോണ വൈറസിന് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു അതിന് സിമിലർ ആയിട്ട്. പക്ഷെ ഒരു കാര്യം എന്തെന്നാൽ, ഇവിടെ മരണമാണെങ്കിൽ സ്പൈഡർ വൈറസ് ഉള്ള അവിടെ കിട്ടുന്നത് സൂപ്പർ പവേഴ്സ് ആണ്. നമുക്കും അതുപോലെ സൂപ്പർ പവേഴ്സ് കിട്ടിയിരുന്നെങ്കിലോ? പിന്നെ ടൈം കിട്ടുന്നവർ ഞാൻ പറഞ്ഞ മാർവലിന്റെ സ്പൈഡർ ഐലൻഡ് എന്ന കോമിക് സീരീസ് ഉറപ്പായും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴി വേഗം തന്നെ റീഡ് ചെയ്തേക്കണം. കാരണം അത്രമാത്രം നിഗൂഢതകളും ത്രില്ലറും ഫൈറ്റ്സുമെല്ലാം നിറഞ്ഞ അടിപൊളിയായ ഒരു കോമിക് സീരീസ് തന്നെയാണ് സ്പൈഡർ ഐലൻഡ്. ബൈ ദ വേ, ഷാങ്ചിക്ക് സ്പൈഡർമാന്റെ പവേഴ്സ് കിട്ടുന്ന കോമിക്സിലെ സ്റ്റോറി ലൈൻ ഉറപ്പായും മാർവൽ തന്റെ MCUവിൽ ഫോളോ ചെയ്യില്ല. എന്നാലും MCUവിലെ ഫ്യൂച്ചറിൽ കോമിക്സിലെ പോലെ ഷാങ്ചിയും സ്പൈഡർമാനും നല്ല കോവർക്കേഴ്സ് ആകുമെന്ന് വിശ്വസിക്കാം. അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമന്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ല വെറൈറ്റി കോമിക് കണ്ടന്റ്സ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇതുവരെയും നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.